ഏകദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലൻ അപ്രകാരം സമർപ്പിച്ചിട്ടാണ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്ന് ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. സ്തോത്രം. എന്തൊരു മനോഭാവമാണ്! ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഇല്ല. ആ വ്യക്തി ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ എന്ന് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് ജീവിക്കുന്നതോട് ഞാൻ ജീവിക്കുന്നു. ഞാൻ അവന് വേണ്ടി ജീവിക്കുന്നു. അവൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ഇതായിരിക്കണം ഓരോ വിശ്വാസികളുടെയും മനോഭാവം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെയാണ് യാഗം അർപ്പിക്കേണ്ടത്. പഴയ നിയമത്തിൽ ഒരാട്ടുകൊറ്റനെ പാപയാഗമായി ഒരു ആട്ടുകൊറ്റനെ യാഗം അർപ്പിക്കുവാൻ വരുമ്പോൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് നാം കേട്ട് കഴിഞ്ഞു. ആട്ടുകൊറ്റനെ യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. യാഗപീഠത്തിലെ ആ ആട്ടുകൊറ്റനെ മുഴുവനെയും ദഹിപ്പിക്കുകയാണ്. അത് യഹോവയ്ക്ക് സൗരഭ്യ വാസനയായ ഹോമയാഗം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചത് ഹോമയാഗമാണ്. ദൈവം കൽപ്പിച്ചത് ഹോമയാഗം അർപ്പിക്കാനാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ യാഗപീഠത്തിന്മേൽ വെച്ച് ഹോമയാഗമായി അർപ്പിക്കാനാണ് അബ്രഹാം യാഗപീഠത്തിൽ കിടത്തിയത്. അത് ദൈവത്തിന് സൗരഭ്യവാസനയാണ്. ദൈവത്തിന് സൗരഭ്യവാസനയായ ഹോമയാഗം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളാണ്. അങ്ങനെ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? ശാന്തമായി ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. നാം എങ്ങനെയാണ് നടക്കേണ്ടത്? നാം എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, എൻ്റെ മക്കളെ സ്നേഹിക്കണം. അതൊക്കെ എനിക്കറിയാം. അത് മൃഗങ്ങളും ചെയ്യുന്നു, അത് ലോകജാതികളും ചെയ്യുന്നു. എന്നാൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗവും വഴിപാടുമായി തീർന്നതുപോലെ സ്നേഹത്തിൽ വസിപ്പീൻ. സ്തോത്രം. എനിക്ക് നിങ്ങൾക്കും വേണ്ടി പാപികളായിരുന്ന, അതിക്രമികളായിരുന്ന, ആത്മാവിൽ മരിച്ചിരുന്ന നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു എന്ന പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി സൗരഭ്യവാസനയായ യാഗമായി തീർന്നതുപോലെ നാം യാഗമായി തീർന്നിട്ട് അപ്രകാരം നാം സ്നേഹിക്കേണ്ടതാണ് മറ്റുള്ളവരെ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും: ക്രിസ്തു സ്വന്തം രക്തത്താൽ നിത്യമായ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നിത്യമായ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. സഹോദരങ്ങളെ, നിത്യമായ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശികളാക്കി തീർത്തത് നമ്മുടെ ആരുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ? നമ്മുടെ ഏതെങ്കിലും പ്രവർത്തന പരിപാടികൾ കൊണ്ടാണോ? യാതൊന്നുകൊണ്ടുമല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ നമുക്ക് നിത്യമായ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം: അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടാനുഭവിച്ചു. സ്തോത്രം. യേശു തൻ്റെ സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന്, എന്നെ നിങ്ങളെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മാതൃക കർത്താവായ യേശുക്രിസ്തു വെച്ചേച്ച് പോയി. ഈ മാതൃക പിന്തുടരുന്ന എത്ര വിശ്വാസികളുണ്ട്! ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ വീണ്ടെടുക്കുവാൻ, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ തയ്യാറുള്ള
എത്ര വിശ്വാസികളെ ഈ തലമുറയിൽ നമുക്ക് കാണും? ശാന്തമായി ചിന്തിക്കുക, എന്നെ ഇതിന് കിട്ടുമോ? ഞാനിതിന് തയ്യാറാകുമോ? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമോ? കഷ്ടതയ്ക്കായി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമോ? നമുക്ക് ഓരോരുത്തർക്കും ആ തീരുമാനം എടുക്കാം. നമുക്ക് വീണ്ടും വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. 15:45, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. സ്തോത്രം. ഒടുക്കത്തെ ആദാം ആരാണ്? ആ ഒടുക്കത്തെ ആദാം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ആരായി തീർന്നു? ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. പ്രിയപ്പെട്ടവരെ മറക്കരുത്. സ്തോത്രം. എന്നെ നിങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവ് ഒടുക്കത്തെ ആദാമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനതിൻ്റെ അതോറിറ്റിയാണ്, അവനതിൻ്റെ അധികാരിയാണ്, അവനതിൻ്റെ അധികാരം സ്വന്തമാക്കിയവനാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇത് നമുക്കും സ്വന്തമാക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ നമുക്കൊരു കഴിയും. നമുക്ക് വീണ്ടും വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം, പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറയും. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടാനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു നീതികെട്ടവർക്ക് വേണ്ടി ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. നീതികെട്ടവരായ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു അവൻ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. സ്തോത്രം. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഞാൻ എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചാൽ ഞാൻ നഷ്ടപ്പെട്ടു പോവുകയല്ല. എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അർഹലമ ഉറപ്പുണ്ട്. എനിക്കൊരു യജമാനനുണ്ട്. ആ യജമാനൻ്റെ അടിമയാണ് ഞാൻ. അവൻ്റെ ഇഷ്ടം ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ചെലവഴിച്ച് കളഞ്ഞാൽ എന്നെ ജീവിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് വിശ്വാസം, ഇതാണ് പ്രത്യാശ, ഇതാണ് ഓരോ വിശ്വാസിയെയും വഴി നടത്തുന്നതായ മാർഗം. എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കും. ഈ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് സ്വന്തമായി യാതൊന്നുമില്ല, എൻ്റെ സ്വന്തമായ യാതൊരു കഴിവ് കൊണ്ടുമല്ല. യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ. പ്രിയപ്പെട്ടവർ, അത് നഗ്ന സത്യമാണ്, അത് ചരിത്ര യാഥാർത്ഥ്യമാണ്. വിശ്വാസ പ്രമാണം എഴുതിയപ്പോൾ പിതാക്കന്മാരെഴുതി, പൊന്തിയോസ് പീലാത്തിയോസ് എന്ന നാടുകളിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. വേൾഡ് ഹിസ്റ്ററിയോട് ചേർത്തത് എഴുതിയിരിക്കുകയാണ്. എന്തിനാണ്? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തു തൻ്റെ ശരീരയാഗത്താൽ നമ്മെ വിശദീകരിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് ഞാൻ കീഴ്പ്പെട്ടിരുന്നാൽ മാത്രം മതി. എബ്രായ ലേഖനം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ടു. കർത്താവായ യേശു ക്രിസ്തു ഏകയാഗം കഴിച്ചിട്ട് പാപിയായ മനുഷ്യർക്ക് വേണ്ടി, നീതികെട്ടവരായ മനുഷ്യർക്ക് വേണ്ടി, പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് അവരെന്തേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നമുക്കും ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്? യേശു നമുക്ക് കാണിക്കുന്ന മാതൃക തന്നെയല്ലേ? ഈ മാതൃക പിൻപറ്റാൻ ആരെല്ലാം ഉണ്ട്? എനിക്ക് വേണ്ടി ദൈവമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഞാനൊന്നും കരുതണ്ട. ഈ ഭൂമിയിൽ ഞാൻ കരുതുന്ന ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ ഒക്കുകയില്ല. ഞാൻ ഈ ഭൂമിക്കുള്ളവനല്ല, ഞാൻ ഈ ഭൂമിയിലെ പൗരനല്ല. ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. വിശ്വാസത്തോടെ ഇത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമ്പാദനത്തിന് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരെല്ലാം ഉണ്ട്? ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കും. കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരമുണ്ടാക്കിയ ശേഷം മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. നഗ്ന സത്യമാണത്. ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട അഭിമാന വിഷയമാണത്. കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ,
എൻ്റെ പാപത്തിന് പരിഹാരം വന്നുവോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏക യാഗത്താൽ എൻ്റെ പാപം പരിഹരിക്കപ്പെട്ടുവോ? അത് ഞാൻ അനുഭവമാക്കിയോ? ഇന്നതെൻ്റെ അനുഭവമാണോ? ഇനി ഞാൻ പാപത്തെ ജയിച്ചവനായി പാപത്തിന് മുകളിൽ ഇതാ ഞാൻ സ്വൈര്യമായി പറന്നു കിടക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ തീർന്നിട്ടുണ്ടോ? ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും: അവൻ നമ്മെ സകല ധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തന്നെത്താനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മടിയല്ലേ? ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അന്യർക്ക് കൊടുക്കാൻ നമുക്ക് മടിയല്ലേ? എന്നാൽ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? നാം എന്താണ് വായിച്ചു കേട്ടത്? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. അങ്ങനെയാണോ നാം ജീവിക്കുന്നത്? നാം വായിച്ചു കേട്ടു, യേശു ക്രിസ്തു നമ്മെ സകല ധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലടികളെ പിന്തുടരുന്നവരാണോ നാമെന്ന് നാം ചിന്തിക്കുന്നത് ഏറെ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറഞ്ഞു. ഗലാത്യർ 5:24. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവവേദിലെ നീ ക്രിസ്തുയേശുവിനുള്ളവനാണോ? നീ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവനാണോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായതിനെ തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം നീ യോഗ്യത പ്രാപിച്ചിട്ടുണ്ടോ? അവർക്കുള്ള യോഗ്യത എന്താണ്? അതാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. പുറമേ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു ക്രൂശല്ല, ഏതെങ്കിലും കോൺക്രീറ്റായ ക്രൂശല്ല. ഒരു ക്രൂശും ചുവന്നുകൊണ്ട് മലയാറ്റൂർ മല കയറുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ക്രിസ്തുയേശുവിനുള്ളവർ സത്യവിശ്വാസികൾ, ദൈവത്തിന് സ്തോത്രം, അവരെന്ത് ചെയ്യും? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അവൻ്റെ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ ഉപദേശിപ്പാനൊരു ഉപദേശകനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനെ വഴി നടത്താൻ ഒരു കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥൻ അനുനിമിഷം അവന് വഴി പറഞ്ഞു കൊടുക്കും. മോനെ, നീ അതിനുള്ളതല്ല, നീ അങ്ങോട്ട് നോക്കേണ്ടവനല്ല, നീ അത് ചിന്തിക്കേണ്ടവനല്ല, നീ അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കണ്ട, നീ ഒരു ചുവട് പോലും മുന്നോട്ട് നടക്കണ്ട. ദൈവത്തിന് സ്തോത്രം. വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവർ, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. നിൻ്റെ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും: ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, ഇത് മനുഷ്യൻ്റെ കഴിവല്ല, ആത്മാവിനാൽ സാധിക്കേണ്ട കാര്യമാണ്. ആത്മാവിനെ നിയന്ത്രിക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ആത്മാവിനെ വഴി നടത്തുന്ന നിനക്ക് അനുഭവമാണോ? ദൈവത്തിൽ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞതായ സത്യം നിങ്ങൾ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? എത്ര പേർ അതിന് ആത്മാവിന് കീഴ്പ്പെടുന്നുണ്ട്? ആത്മാവേ, നീ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് മനസ്സാണ് എത്ര പേര് സംഭരിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം എടുക്കാം. 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും. റോമർ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാം, സ്നാനത്തിൻ്റെ അടിസ്ഥാനം, മാമോദിസയുടെ അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാന പ്രമാണമാണ് അപ്പോസ്തലനോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. സ്തോത്രം. സത്യമാണോ പ്രിയപ്പെട്ടവർ? ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടുവോ? എങ്കിൽ ഇനി ഞാൻ പാപത്തിന് അടിമപ്പെടുകയില്ല. പാപൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ക്രൂശിക്കപ്പെടാത്തവന് മരിക്കാൻ കഴിയുകയില്ല. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. 7-ാം വാക്യം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. വിശ്വാസി, നിനക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ടോ? നീ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുവോ? പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് നീ ഉയർത്തപ്പെട്ടുവോ? ആത്മാവിനെ ഉയർത്തി നിർത്തുന്നുണ്ടോ? ആർക്കാണ് സാധിക്കുക?
അങ്ങനെ മരിച്ചവൻ, എങ്ങനെ മരിച്ചവൻ? ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന അനുഭവത്തിൽ ജീവിക്കുന്നവൻ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സാധ്യത പ്രാപിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു 8-ാം വാക്യം വായിക്കാം, 6:8. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ആരാണ് ക്രിസ്തുവിനോട് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവര്, ഈ ഭൂമിയിൽ തോന്നിയതുപോലെ ജീവിച്ച് തോന്നിയതുപോലെ നടന്നിട്ട് എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളോടുകൂടെ കടന്നുപോയാൽ അവൻ ക്രിസ്തുവിനോട് ജീവിക്കുകയില്ല. നാം പ്രാർത്ഥിക്കും, കർത്താവേ, 2ാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നല്ല പ്രാർത്ഥനയാണ്, നല്ല പ്രത്യാശയോടെ പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ നീ ക്രിസ്തുവിനോട് ജീവിക്കുമോ? സ്തോത്രം. ദൈവമക്കളെ, ആരാണ് അവനോട് ജീവിക്കുന്നത്? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിലും അവനോട് ജീവിക്കും. എൻ്റെ പാപ സ്വഭാവം മരിച്ചുവോ? എൻ്റെ പഴയ ജഡം മരിച്ചുവോ? മരിച്ചാൽ പിന്നെ പ്രതികരിക്കില്ല. മരിച്ചൊരു വ്യക്തി പാപത്തോട് പ്രതികരിക്കത്തില്ല. വളരെ വ്യക്തമാണ്. എനിക്ക് പാപത്തോട് പ്രതികരണമുണ്ടോ? എൻ്റെ ഹൃദയം കൊണ്ട് ചായുന്നുണ്ടോ? ഞാൻ അതിലേക്ക് എനിക്ക് മോഹം വരുന്നുണ്ടോ? ശാന്തമായി നിങ്ങൾ ചിന്തിക്കുമോ? അങ്ങനെ മരിച്ചവൻ, ആ പാപത്തിന് മരിച്ചവൻ ക്രിസ്തുവിനോട് ജീവിക്കും. വളരെ വ്യക്തമാണ്. റോമർ 6:11 കൂടെ വായിക്കാം. റോമാലേഖനം 6-ാം വാക്യം. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ ഭൂമിയിൽ? സാത്താന് സ്വാധീനമുള്ളതായി ഈ ഭൂമിയിൽ പാപം തൊടാറ് ജയത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നാം പാപം സംബന്ധമായി മരിച്ചവരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്. സ്തോത്രം. നാം പാപസംബന്ധമായി മരിച്ചവരാണ്. ആണോ പ്രിയപ്പെട്ടവരെ? അവരാണ് വിശ്വാസി. അവരാണ് കർത്താവിൻ്റെ 2ാമത്തെ വരയിൽ പറക്കുന്നത്. അവരാണ് 1ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ. സ്തോത്രം. നാം പാപസംബന്ധമായി മരിച്ചവരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഞാൻ ക്രിസ്തുയേശുവിലാണ് വസിക്കുന്നത്. സ്തോത്രം. എത്ര മഹത്തരമായ അനുഭവമാണ്! എന്നെ വഴിനടത്തുന്ന ആത്മാവ്, ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു, ആത്മാവിനെ വഴിനടത്തുന്നു, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, സ്വർഗ്ഗം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എത്ര മനോഹരമായ അനുഭവമാണ്! ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. റോമർ 8:2. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്തോത്രം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ഇനി ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ മിടുക്കാണോ? എൻ്റെ കഴിവാണോ? എൻ്റെ ഏതെങ്കിലും പ്രവർത്തന മേഖലകൾ കൊണ്ട് അതുകൊണ്ട് വല്ലതാണോ? ഒന്നുമല്ല. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നത് ആരാണ്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. സ്തോത്രം. ആത്മാവിനെ ജീവിപ്പിക്കുന്നു, ആത്മാവിനിൽ വസിക്കുന്നു, ആത്മാവിനെ വഴി നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? റോമർ 8:11 കൂടെ വായിക്കാം. 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. എന്താണ് നമ്മുടെ വിശ്വാസം? എന്താണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വിശ്വാസം? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവായ യേശു ശരീരത്തിൽ മരിച്ചു, നിങ്ങൾക്കറിയാം, നാം എല്ലാം പഠിച്ചിട്ടുണ്ട്. പൊന്തിയോസ് പീലാത്തോസ് നാടുകളിൽ റോമൻ ഗവൺമെൻറ്റിൻ്റെ മരക്കുരിശിന്മേൽ മരിച്ചു. അവനെ അരിമത്യാക്കാൻ യോസഫിൻ്റെ കല്ലറയിലടക്കി. 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പിതാവിൻ്റെ വലത്ത് പോകാതിരിക്കുന്നു. നാം പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ യേശുവിനെ ഉയർപ്പിച്ചവനാരാണ്? അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഒരാത്മാവുണ്ട്. ആ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അതാണ് എൻ്റെ പ്രത്യാശ. സ്തോത്രം. ആർക്കും എന്നെ തൊടാനൊക്കുകയില്ല. എന്നെ കൊന്നാലും ഞാൻ ജീവിക്കും. എൻ്റെ ഈ ശരീരത്തെ കൊന്നാലും ശത്രു എന്നെ കൊന്നാലും ഞാൻ ജീവിക്കും. അതുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് ജീവനിൽ ഭയമില്ല. സ്തോത്രം. പാപം വരെ നിർബന്ധമാണ്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കും. സ്തോത്രം. എന്നാൽ അവനൊരു ഉറപ്പുണ്ട്, എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരാത്മാവുണ്ട്. ആത്മാവൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്. ആ ആത്മാവിനെ വഴി നടത്തുന്നുണ്ട്.
ആ ആത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഓരോ നിമിഷവും ഞാൻ നടക്കുന്നത്. ഈ അനുഭവത്തിലുള്ളവന് ആരെയും ഭയമില്ല, ഒന്നിനെയും ഭയമില്ല, ജീവനെ ഭയമില്ല, മരിച്ചാലും ഭയമില്ല. അവനെ ആത്മാവ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. നാം ആറാമിക സന്തതിയാണ്. നാം ആറാമിൻ്റെ മക്കളായി ഭൂമിയിൽ പിറന്നവരാണ്. നാം പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ അപ്പോസ്തലൻ എന്താണ് പറഞ്ഞത്? ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം എന്താണ്? ആറാം എന്ന ഏക മനുഷ്യനാൽ ആറാമിക സന്തതികളെല്ലാം മരണത്തിന് കീഴിലാണ്. അവരെല്ലാം പാപികളാണ്, സത്യമാണ്. എന്നാൽ ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. രണ്ടാം ആറാമായ കർത്താവായ യേശു ക്രിസ്തു ആ ഏകൻ്റെ അനുസരണത്താൽ, ആ ഏകൻ്റെ ക്രൂശ് മരണത്താൽ നാം എല്ലാവരും ജീവിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 15-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 45-ാം വാക്യം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. സ്തോത്രം. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശു ക്രിസ്തു ആറാമിക ശാപത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ കർത്താവായ യേശു ക്രിസ്തു ആ ഒടുക്കത്തെ ആദാം അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ വാറുകൾ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ തലയ്ക്ക് മുകളിൽ പറന്ന് ഉയർന്നു നിൽക്കുന്നു. സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കുന്ന ദൈവത്തിൽ നിന്നോട് ചേർന്ന് ആത്മാവ് നിൽക്കുന്നു. ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നിനക്ക് മനസ്സാണോ? ഇതുവരെയുള്ളതെല്ലാം ക്ഷമിക്കാൻ കർത്താവിന് മനസ്സാണ്. പാപത്തോടെ യാത്ര പറയാൻ നിനക്ക് മനസ്സാണോ? ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ മരിച്ചവനാണ്, പാപത്തിന് മരിച്ചവനാണ്. എന്നാൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ജീവൻ ക്രിസ്തുവിലാണ്, അത് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഗ്യാരൻ്റീഡാണ്, അത് സ്വർഗത്തിൽ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഉറപ്പാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, നാം ക്രിസ്തു യേശുവിനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് മരിച്ചു എന്നുള്ളത് ഉറപ്പാണെങ്കിൽ നീ കൂടെ ജീവിക്കും. ഉറപ്പാണ്. ദൈവം തരുന്ന വാഗ്ദത്തമാണ്. നമുക്ക് പാപസംബന്ധമായി മരിക്കാം. കർത്താവിൻ്റെ വരവേറ്റവും എടുത്തു. ലോകത്തിൻ്റെ ഗതി വിഗതികളെല്ലാം നമ്മളെ അത് ഓർപ്പിക്കുന്നുണ്ട്. കർത്താവിന് 2-ാമത്തെ വരവേറ്റവും എടുത്തു എന്ന് സാമാന്യ ജ്ഞാനമുള്ള ഓരോരുത്തർക്കും അറിയാം. അതിനുവേണ്ടി ഒരുങ്ങാൻ നിനക്ക് മനസ്സാണോ? നാം ആരും ഈ ഭൂമിക്കുള്ളവരല്ല. ഈ ഭൂമിയിലെ ആരും നാം കൊണ്ടുപോവുകയില്ല. ഉടുവസ്ത്രം പോലും നാം കൊണ്ടുപോവുകയില്ല. നമ്മെ കൊണ്ടുപോകുവാൻ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം യേശു ക്രിസ്തുവിനൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ഞാൻ പാപത്തിന് മരിക്കാൻ തയ്യാറാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ഞാൻ പോവുകയാണ്. യേശു പാപത്തിന് മരിച്ചതുപോലെ ഞാനും പാപത്തിന് മരിക്കുകയാണ്. ഇനി മനസ്സുറഞ്ഞൊരു പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല. തീരുമാനിക്കാൻ ആരുണ്ട്? ഇപ്പോൾ ദൈവത്തോട് ആ വാക്ക് പറയാൻ ആരെല്ലാം ഉണ്ട്? സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവായ ദൈവം നിങ്ങളെ ഉറ്റുനോക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാർക്ക് നിൽക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു. പ്രിയപ്പെട്ടവർ, ത്രിയേക ദൈവത്തിൻ്റെ സംഗമം. ആരെല്ലാം ഇപ്പോൾ അബദ്ധത്തോട് വാക്ക് പറയുന്നുണ്ട്? കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം നീ ക്ഷമിച്ചു തരുമോ? ഇപ്പോൾ പാപത്തോടെ നിന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട്, പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ അരികിലേക്ക് വരുന്നു നാം ആരെല്ലാം പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ തിരത്താൽ നമ്മെ കഴുകും, നമ്മെ ശുദ്ധീകരിക്കും. അവൻ നമ്മോട് കൂടെ ഇരിക്കും. അവൻ നമ്മെ സ്വർഗ്ഗത്തിലെത്തിക്കും. 2-ാമത്തെ വരവിനായി നമ്മളെ ഒരുക്കും. ആത്മാവ് വിശുദ്ധയിടത്തേക്ക് നമ്മളെ നടത്തും. അതിനൊക്കെ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം.